കളിൽ നിന്നും മധ്യനു നീ മോചനമേകി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുഷ്യനുമാം നിശികാനാഥനെ വാഴ്ത്തിടുവിൻ. നിശികാരൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും നിശികായെ വാഴ്ത്തിടുവിൻ. നിശികാരൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ. വരനിരയായൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാം ഉൾത്തോറും വാഴ്ത്തിടുവിൻ, സ്വർഗ്ഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാം കന്യകതൻ വല്ലഭരെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുഷ്യരുമാം നിശികാനാഥനെ വാഴ്ത്തിടുവിൻ, നിശികാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയിലെ സ്നേഹങ്ങളെ, കർത്താവിൻ്റെ ഈ ദിനത്തിൽ ഈ വിലയേറിയ നാമം ചെയ്യുമ്പോൾ 2026 ഈ പുതുവർഷത്തിലെ ആദ്യ ഈ ഞായറാഴ്ച നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ഒരു വർഷത്തെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തിന് അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം.
ഒപ്പം ഈ പ്രത്യേകമായിട്ട് നാം സമർപ്പിക്കുന്ന നിയമങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. തോമസ് പി എം, സീന തോമസ്, വെഡിങ്, അലീന ജിനി ബർത്ത്ഡേ, ജോസഫ് തെച്ചേർത്ത് മരിച്ചവരുടെ ഓർമ്മ ദിനം, അന്ന കടത്തൂർ, തോമസ് പനക്കാവിൽ, മാത്യു പി ജെ, ജോസഫ് ചിന്നമ വെള്ളച്ചാലിൽ, തോമസ് മൊടക്കിയിൽ, സെബാസ്റ്റ്യൻ ദേവസ്യ 15th death anniversary, ജെയിംസ് മാത്യു രോഗസൗഖ്യം ഡയാലിസിസ് രോഗിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാം. വർഗീസ് ചെമ്പകശ്ശേരി താങ്ക്സ് ഗിവിംഗ്, ഷൈനി താങ്ക്സ് ഗിവിംഗ്, സന്തോഷ് തോമസ് ഓപ്പറേഷൻ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോമോൻ ഷിജു ജന്മദിനം, ബാബു തലത്തിൽ രോഗസൗഖ്യം, ഹാംലെറ്റ് കൃതജ്ഞത. ഈ നിയമങ്ങളെയും ഇവരെയും ഈ ബലിവേദി നമുക്ക് സ്മരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിന്റെ അടുത്തായി സമർപ്പിച്ച് ഈ ബലി നമുക്ക് ഒരുമയോടെ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സുഖസ്നായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അങ്ങയുടെ ബന്ധകാലത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. തന്റെ ധനേശ്വരനാഥിദാസന്റെ സ്വീകരിച്ചിരിക്കുന്നവനെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനായ പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാനും വിശ്വധാരത്തിന്റെ മഹനീയതകൾ നേടുവാനും ഞങ്ങളെ സ്ഥിരമാക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിരിക്കും. കർത്താവേ
രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമനിറഞ്ഞവരും പാടും സുസ്ഥിരമെന്നും അനവധിൻ നാഥാനിൻ മഹിമയെ കളവില്ലറിവൂ ഞാൻ തലമുറ തലമുറയോടെന്നും വിവരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതുകൊണ്ടാൽ പ്രതികത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥന സൃഷ്ടാവുമാകും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നീ സ്തുതിയങ്ങൾ പാടുന്നു. വിശ്വനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമാവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നഗരസ്ഥിരമായും ഞങ്ങളുടെ ശരീരങ്ങളെ കൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ്വരാ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുന്ദരനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജനം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർജനം. എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞതാര്, അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം
നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ ഓതാം. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾവി, ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സത്യന്തം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിയൊഴിക്കും സാത്താൻ. പാതകളേതും ഭീതിയോടുകൂടെ ഒഴിവായിടും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധാരുടെ പരിശുദ്ധ സുവിശേഷം മോശയുടെ അനുസരിച്ച് ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലുകളെയോ രണ്ട് പ്രാവീണ്യങ്ങളെയോ വിഗ്രഹിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ഈശോയുടെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹാത്തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവനും 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങി പോന്നു. എന്നാൽ മകനായ ഈശോ ജെറൂസലേമിൽ തന്നെ. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അന്വേഷിച്ചത് കാണായികയാണ്. ഈശോയെ തിരക്കിയവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായി. കേട്ടവരെല്ലാം അവരുടെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ത്? എന്റെ പിതാവ് ഞാൻ ദുഃഖതയോടെ എന്നെ അന്വേഷിക്കുകയായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചത്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് വസ്ത്രത്തിൽ വന്ന അവർക്ക് വിജയനായി ജീവിച്ചു. അവന്റെ അമ്മായി കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. ഈശോയുടെ സ്നേഹം നിറഞ്ഞ സ്നേഹമുള്ള സ്നേഹമുള്ള സഹോദരന്മാരെ, 2026 പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചതിന്റെ വലിയ സന്തോഷവും ഒപ്പം ഈശോയുടെ തിരുനാൾ അവിടുന്ന് ജനിച്ച് പിറന്നു വീണ അവിടുത്തെ രക്ഷാകരമൂർത്തികൾ പൂർത്തിയാക്കി മണ്ണിൽ ആഘോഷിക്കാൻ സാധിച്ചത് വലിയ സന്തോഷത്തിലുമാണ് നാം എല്ലാവരും. തിരുനാളിന്റെയും പുതുവർഷത്തിന്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേടുകയാണ്. 2026 ആദ്യ ഞായറാഴ്ച കർത്താവിന്റെ ബലിവേദി നാം ചെയ്യുമ്പോൾ സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെയും 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളിൽ എപ്രകാരമാണ് ഈ പുതുവർഷത്തിൽ ഒരു ദൈവാത്മകമായ അല്ലെങ്കിൽ ദൈവകൃപയിൽ അടിസ്ഥാനമാക്കി ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എപ്രകാരം സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെയും ഈശോയുടെയും ജീവിത മാതൃകകളിലൂടെ ആ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട്
എപ്രകാരം കർത്താവിനോട് ചേർന്ന് ദൈവകൃപയിൽ ഈ പുതുവർഷത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ തിരുവചനത്തിൽ രണ്ട് മാതൃകകളാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിലൂടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ രണ്ട് മാതൃകകൾ ഈ പുതുവർഷത്തിൽ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായിട്ട് ദൈവഹിതം എന്നത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ബാലനായ ഈശോ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ മാതാപിതാക്കളോട് ഈശോ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള ഈശോയുടെ ചോദ്യമാണ്. ഇത് ആദ്യമേ ഒരുപക്ഷെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരു അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ എതിർപ്പിന്റെ അഹങ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു മറുപടിയെ നമുക്ക് കാണാനായിട്ട് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കാം. പക്ഷേ എങ്കിൽ ഗ്രീക്ക് അതിനെ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ ദേവി എന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. അതിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കാൻ, ദൈവീകത അനിവാര്യതയെ സൂചിപ്പിക്കാനുള്ള ഒരു പദമാണ്. ഡിവൈൻ നെസസിറ്റിയെ സൂചിപ്പിക്കാൻ. എന്താണ് ഡിവൈൻ നെസസിറ്റി? പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുക. ഈശോയെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അത് പൂർത്തീകരിക്കാനുള്ള അനിവാര്യതയാണ് ഇവിടെ ഈശോ സൂചിപ്പിക്കുക. ഈ അനിവാര്യത തന്നെയാണ് ബൈബിളിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദേവി എന്ന പദം ഈശോയുടെ രക്ഷാകര ദൗത്യത്തിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കാനായിട്ട് സുവിശേഷകന്മാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവൻ പീഡസിക്കേണ്ടിയിരിക്കുന്നു, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു, ഒപ്പം സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ഈ വാചനങ്ങളിലെല്ലാം ഈ ദൈവിക അനിവാര്യതയെ സൂചിപ്പിക്കുന്ന ദേവി എന്ന പദമാണ് ഉപയോഗിക്കുക. ദൈവികത നിറവേറ്റലാണ് എന്റെ ജീവിതത്തിന്റെ വലിയ അനിവാര്യത എന്ന് തിരിച്ചറിഞ്ഞ് ആ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപകനായിരിക്കുവാനായിട്ട് തന്റെ ജീവിതത്തിൽ ഉടനീളം പരിശ്രമിക്കുന്ന ഈശോയെയാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ പുതുവർഷത്തിൽ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു മാതൃക എന്ന് തന്നെയാണ്. ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരുടെയും വലിയ ദൗത്യവും കടമയുമാണെന്ന് ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അനിവാര്യത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ എന്റെ ജീവിതത്തെ ഉറപ്പെടുത്തുക എന്നത് ഒരു വിഷയം പുതുവർഷത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിന്റെ ഹിതപ്രകാരമാണോ എന്റെ ജീവിതത്തിന്റെ ഓരോ ചെയ്തികളും? കർത്താവിന് നിരക്കുന്നതായിട്ട്, അവിടുത്തെ ഹിതത്തിന് നിരക്കുന്നതായിട്ടാണോ എന്റെ ജീവിതത്തിലെ ഓരോ വാക്ക് പ്രവർത്തിക്കുന്നത്? അവിടുത്തെ സുവിശേഷത്തിലും അവിടുത്തെ ക്രിസ്തീയ മൂല്യങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയാണോ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ കടന്നുപോയത്? ഈ പുതുവർഷത്തിൽ നമുക്കൊരു പുതിയ തീരുമാനം എടുക്കാം. കർത്താവിന്റെ ഹിതം എന്റെ ജീവിതത്തിന്റെ ദൈവിക അനിവാര്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അതാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുക. അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ആത്മീയ ഉപദേശങ്ങളിലൂടെ, എന്റെ കൗമാരത്തിന്റെ ജീവിതത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഇതിലൊക്കെ വെളിപ്പെടുന്ന ദൈവഹിതം അനുസരിച്ച് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈശോ പുതുവർഷത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിനായി നമുക്ക് പരിശ്രമിക്കും. രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃകയും മനോഭാവവും നമുക്ക് മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ വായിക്കുന്നു, മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവിടെ സംഗ്രഹിച്ചു എന്ന വാക്കിന് ഉപയോഗിക്കുന്ന പദം, ഉപയോഗിക്കുന്ന പദം ദിയാതെറയോ എന്ന പദമാണ്. ദിയാതെറയോ. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഈശോയുടെ ജനനസമയത്ത് മാലാഖമാരുടെ കീർത്തനവും ആട്ടിടയന്മാരുടെ സന്ദർശനത്തിനൊക്കെ ശേഷം മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. മറിയമാകട്ടെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ ഉപയോഗിക്കുന്ന പദം സുംബാരോ എന്ന പദം, സംഗ്രഹിച്ചു എന്ന് പറയാൻ. രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് ലൂക്കാ സുവിശേഷം ഉപയോഗിക്കുക. ആദ്യം മറിയം ജനന സമയത്ത് എന്താണ് സുംബാരോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക? എല്ലാ കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ച് അതിനെ വ്യാഖ്യാനിക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് അതിനെ വ്യാഖ്യാനിച്ച് നോക്കി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇവിടെ ദിയാതെറയോ, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ദേവാലയത്തിൽ നഷ്ടപ്പെട്ട ഈശോയ്ക്ക് ശേഷം, ഈശോയുടെ വാക്കുകൾക്ക് ശേഷം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ അർത്ഥം കീപ് ഗാർഡ് അല്ലെങ്കിൽ ഒബ്സർവ്, പ്രൊട്ടക്ട് എന്നൊക്കെയാണ്. സംരക്ഷിക്കുക, കാവലാകുക എന്നതാണ്. അമ്മ ഹൃദയത്തിൽ സംരക്ഷിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? വചനം അമ്മ ഹൃദയത്തിൽ സംരക്ഷിച്ചു എന്നതിന്റെ അർത്ഥം അമ്മ വചനം പാലിച്ചു, അമ്മ വചനത്തിന്റെ സംരക്ഷകയായി നിലകൊണ്ടു എന്നതാണ്.
നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും എന്നുള്ള ദൈവത്തിന്റെ മംഗളവാർത്ത കേട്ട ആ നിമിഷം മുതൽ അമ്മ ഈ വചനം ഹൃദയത്തിൽ, ആ വചനത്തെ സൂക്ഷിച്ചു, അതിന്റെ കാവലായി മാറി, അതിന്റെ സംരക്ഷകയായി മാറി. ബദലിലെ തണുത്ത രാത്രിയിൽ തന്റെ പുത്രന് ജന്മം നൽകാൻ വിധിക്കപ്പെട്ടപ്പോഴും അമ്മ ഈ വചനത്തിന്റെ കാവലും സംരക്ഷകയുമായി മാറുകയായിരുന്നു. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ടപ്പോഴും അമ്മ വചനത്തിന്റെ കാവലും സംരക്ഷകയുമായി മാറുകയായിരുന്നു. ദേവാലയത്തിൽ വെച്ച് പുത്രനെ നഷ്ടപ്പെട്ടപ്പോൾ അമ്മ വചനത്തിന്റെ കാവലായി മാറുകയായിരുന്നു. തന്റെ കാനായിൽ വെച്ച് തന്നെ സ്ത്രീ എനിക്ക് നിനക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മ വചനത്തിന്റെ സംരക്ഷകയായി മാറുകയായിരുന്നു. ദേശികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരുടെയും സകലരും തന്റെ പുത്രനെ മുതൽ കുത്തിയപ്പോഴും അമ്മ നിത്യവചനത്തിന്റെ സംരക്ഷകയും കാവലാളുമായി മാറുകയായിരുന്നു. തന്റെ വിലാസത്തിലുടനീളം കുരിശ് യാത്രയിലുടനീളം അമ്മ നിത്യവചനത്തിന്റെ സംരക്ഷയും കാവലുമായി നിലകൊണ്ടു. വചനം തന്നെയായി ഈശോ കുരിശിൽ 3 ആളുകളിൽ തൂങ്ങി മരിച്ചപ്പോഴും അവിടുന്ന് കുരിശിൽ താഴെ പരിശുദ്ധ അമ്മ വചനത്തിന്റെ കാവലാളും സംരക്ഷകയുമായി നിലകൊള്ളുകയായിരുന്നു. നിത്യവചനത്തെ തന്നെ മടിയിൽ കിടത്തിക്കൊണ്ട് ചേതനയേറ്റ ശരീരത്തെ നോക്കി അമ്മ വചനത്തിന്റെ സംരക്ഷയും കാവലുമായി നിലകൊള്ളുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ പുതുവർഷത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ മാതൃക എന്നത് വചനം കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരുമായി, അത് സംഗ്രഹിക്കുന്നവരുമായി മാത്രമാകാതെ വചനം പാലിക്കുന്നവരും അതിന്റെ കാവലാളും അതിന്റെ സംരക്ഷകയുമാകാനുള്ള വലിയ ദൗത്യമാണ് പരിശുദ്ധ അമ്മ നമ്മെ ഫലമേൽപ്പിക്കുക. ഈ പുതുവർഷത്തിൽ 2 തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ദൈവത്തിനനുസരിച്ച് എന്റെ ജീവിതത്തെ വിവാദപ്പെടുത്താനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കാം. അമ്മയെ പോലെ വചനം കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും മാത്രമാകാതെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരും വചനത്തെ ജീവിതത്തിൽ പകർത്തുന്നവരും വചനത്തിന്റെ സംരക്ഷകരും കാവലാളുമായി നിലകൊള്ളാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടുന്ന മനുഷ്യനായി ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. വിനീതരായ ആളുകളെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യശിഷ്ടികളെ സമൂഹത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുകുമാരന്റെ മനുഷ്യവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പ്രദേശായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രേസത്തെ അയച്ച ദൈവമേ, തന്റെ ജാതനം വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവരുടെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവരെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ രൂപം ധരിച്ച് കാര്യത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലിയോ പാപ്പയുടെയും ഞങ്ങളുടെ സഭയിലെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫ്രിക്കൻ പിതാവിനെയും രൂപതാധ്യക്ഷൻ പിതാവുമായ പിയർ ബാറ്റിസ്റ്റ പാത്രിയർക്കീസിനെയും മറ്റെല്ലാ മക്കളന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളും തിരുവൈതനെ സ്വീകരിച്ചാലാകുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധാവതനാകുവാനും ദൈവമക്കൾ ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Amen.
പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയുമാറായ നീതിമാനായ മാനസികനെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ ഓർമ്മയോടുകൂടെ ജീവിച്ച നീതിമാന്മാരുടെയും അവിടും ചൂടിലെ രക്തസാക്ഷികളുടെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. മഹത്വത്തോടെ കീർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേഖലാർച്ചബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസങ്ങൾ വരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും കൃപയാൽ ഈ ബലി നമുക്ക് സഹായിക്കാൻ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ കുർബാനങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്നേഹബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിയോഗിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിന്ന് നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. പിതാപുത്രങ്ങളുടെ വിശുദ്ധാത്മാവായ സർവേശ്വരാജ്ഞിയുടെ മഹത്വം ദൈവത്തിന്റെ ആരാധ്യമാണ്. എല്ലാ ആത്മാക്കളിലും സ്ത്രീയും എല്ലാ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇതുപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുടിക്കാരാകുന്നു അരൂപികളുമായ സ്വകീയ സേനാനാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോധന്മാരും സാധ്യന്മാരും ചേർന്ന് നാഥനായ നീക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നാം ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപോദനത്തിനാണ് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
ഞങ്ങളിതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപോജനത്തിനാർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരെ മാത്രമേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൈവിക ജീവിതങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അപ്രത്യക്ഷമായി സംഗ്രഹിക്കുകയും പ്രധാനങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ശുദ്ധീകരിച്ചു നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ സമൃദ്ധമായ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് ശ്രീകുമാരോ ഇപ്പോഴും ഇപ്പോഴും എനിക്കും. പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശുദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ബിഷപ്പ് മാറാഫിനും അതിരൂപതാധ്യക്ഷനും പിതാവുമായ പാത്രിയാർക്കീസിനും പുരോഹിതന്മാർ, സമർപ്പിതരുമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനങ്ങളും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനമായി വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ വിശുദ്ധവുമായ വിഷയത്തിന്റെ ശരീരത്തിന് ജീവിതകാലങ്ങളുടെ സാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അതുമാത്രമായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായി നയിച്ചതുവാസികളെ കരുവഴിയിട്ട് കർത്താവേ നിങ്ങളാണ് ദൈവവുമായ വിശുദ്ധാവുന്ന ചെറുതായതുമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ചെറുതായതും ഇടയാളത്താലും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങൾക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം കർത്താവേ നിങ്ങളുടെ നാമനിരക്ഷണമായി ഈശോമിശിഹായി മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ നിന്റെ ദാസരുടെ കുർബാനയിൽ ആവർത്തിച്ച് ആശീർവദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് പാപങ്ങളോ മരിച്ചുള്ള വലിയ പ്രത്യാശയും നീ പ്രിയപ്പെടുകയും നമ്മമായ ജീവിതത്തിനും കാരണമാക്കുകയും കർത്താവായ ദൈവമേ നൽകുകയും വിസ്മയാവുമായ ക്ഷമതയെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ലഭിക്കുകയും അങ്ങയുടെ വിഷയത്തിന്റെ സമൂഹത്തിലെ സന്തോഷത്തോടെ പ്രത്യാശയും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്നേഹബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കുത്തരം നിന്നോട് ദയതോന്നണമേ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവവുമായ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ പഠിപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ ശിശിഹായുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും സഹോദരത്തിന്റെ രക്ഷിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കാലങ്ങളും കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളെ കാലങ്ങളോട് ക്ഷമിക്കും. മഹാനീയമായ യേശുവിന്റെ സർവ്വശുദ്ധരോട് സ്തുതിക്കും. ഞങ്ങളുടെ അർത്ഥങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, കാലപൂർവ്വം ഞങ്ങൾക്ക് വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരെ പ്രസന്നവദനം നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രകാരം പരീക്ഷിക്കുന്നു. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴും ഇപ്പോഴും വിശുദ്ധ കുർബാന വിശുദ്ധ ജനങ്ങളാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. തലമുറ തലമുറകളോട് നിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘോഷിക്കുകയും നിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്യും. വലിയ അത്ഭുതത്തോടുകൂടി നിന്റെ മഹത്വത്തിന്റെ ശക്തി അവർ വിവരിക്കും. ഞങ്ങളും വലിയ വിസ്മയത്തോടെ നിന്റെ മഹിമ വർണ്ണിക്കും.
ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ ഈശോ എന്നും പാടാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഒഴുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഒഴുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ
ബഹുമാനപ്പെട്ട പുതിയ വൈദികരെ നമ്മോടൊപ്പം സഹകാർമ്മികരായിട്ട് നമ്മോടൊപ്പം പെരിയർപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. ഫാദർ ജോൺ പെൻസാനിയ, ഫാദർ ലൂയിസ് ഹോണ്ടുറാസ്, രണ്ട് വൈദികരെ നമ്മുടെ എക്സലൻസിന്റെ കൂടെ അവരിവിടെ ജെസ്യൂട്ട് ഹൗസില് ഉപരിപഠനത്തിനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരാണ്. അവർ നമുക്ക് നല്ല കയ്യടി കൊടുത്ത് മറ്റേ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ന്യൂ ഇയറിന്റെ രാത്രി കുർബാനയ്ക്ക് അറിയിച്ചിരുന്നു. ന്യൂ ഇയറിന് കുറച്ചുപേരെ നമ്മുടെ പള്ളിയിലാണ്, ഏകദേശം ഒരു 10-20 പേരെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന്. അതുകൊണ്ട് വീണ്ടും ആ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് ഒരു പരിധി വരെ വാട്സപ്പിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ സിയാൻ എന്ന സഹോദരി വളരെ രോഗബാധിതയായിട്ട് നമ്മുടെ ജെറുസലേമിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ 1.5 ലക്ഷം ഷെക്കൽ ആവശ്യമുണ്ട്. നാട്ടിലാണെങ്കിൽ 50 ലക്ഷം ആണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്, ട്രീറ്റ്മെന്റിന് മാത്രം. അതുകൊണ്ട് നമുക്കറിയാം, ഒരു വ്യക്തി രോഗബാധിതയായി കഴിഞ്ഞാൽ 50 ലക്ഷം കൊടുത്ത് ട്രീറ്റ്മെന്റ് നടത്താനായിട്ടുള്ള സാമ്പത്തികം നമുക്ക് ആർക്കും തന്നെ ഇല്ല. അങ്ങനെ സാമ്പത്തികം ഉണ്ടായെങ്കിൽ നിങ്ങളെ വരികയും കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ടാണ്. ചെയ്യാനുള്ള സപ്പോർട്ട് അതിന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി വളരെ പുറകിലാണ്. ഒരു കുഞ്ഞ് 9 വയസ്സുള്ള കുട്ടിയുണ്ട്, ഭർത്താവ് സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഒരു സാഹചര്യത്തിലാണ് സിയോടെ എത്തുക. ഈ ദിവസങ്ങളിലാണ് വളരെ സീരിയസ് ആണെന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഉദാരമായ ഒരു കരുണയും കൈത്താങ്ങും പ്രാർത്ഥനയും ആ സഹോദരിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ജെറുസലേം കേന്ദ്രീകരിച്ച് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട്. നമ്മുടെ പല ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ രാവിലെ 5 പേരാണ് ഹോസ്റ്റൽ നടത്തുക. അവർ ഉൾപ്പെടുത്തി മറ്റുള്ളവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റിക്കാരെ മിക്കവരും തന്നെ അവരുടെയൊക്കെ ഹോസ്റ്റലിൽ അറിയാതെയോ ഭാഗഭാഗമായിട്ടുള്ളവരാണ്, അവിടെ മെമ്പർഷിപ്പുള്ളവരാണ്, അവിടെ പോകുന്നവരാണ്, താമസിക്കുന്നവരാണ്. ഞാനിവിടെ പറയാൻ കാരണം അവര് നിങ്ങളെ വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്യും. വ്യക്തിപരമായിട്ട് സ്വന്തക്കാഴ്ചയുടെ കാര്യം എനിക്ക് പറഞ്ഞു, സ്വന്തക്കാഴ്ച എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കാരണം എന്താ അറിയോ, ഈ മൂടിക്കെട്ടിയ വാർത്ത ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അതിങ്ങനെ പിടിച്ചാൽ കെട്ടി കഴിഞ്ഞാൽ അത് വഴി 5000 ഷെക്കലാകാം, 10 അഗ്രൂപ്പുമാണ്. ആരും കാണിയല്ല, തമ്പുരാൻ മാത്രമേ കാണുകയുള്ളൂ. തമ്പുരാൻ മാത്രമേ കാണുള്ളൂ. ആ വാക്ക് നിങ്ങൾ ഓർത്തിട്ടോ, കൊടുക്കുന്നത് തമ്പുരാൻ മാത്രമേ കാണുള്ളൂ, എന്നും കാണിക്കാം. അതുകൊണ്ട് ഇവിടെ ഇത്രയും പേരെ 10 അഗ്രഹത്തെ പറ്റിക്കാം, പക്ഷെ തമ്പുരാൻ കാണുന്നുണ്ട്, ഒരു ബോധ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമ്പുരാൻ മാത്രമേ കാണുകയുള്ളൂ. തമ്പുരാനെ കാണിക്കാൻ മാത്രം ഇട്ടാൽ മതി. അതുകൊണ്ട് അവർ വ്യക്തിപരമായിട്ട് നിങ്ങളെ സമീപിക്കും. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. 50 ലക്ഷം ചെറിയ പൈസയല്ല, വലിയ തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന സാധാരണ പ്രതീക്ഷിക്കുന്നത് 50 ഷെക്കലല്ല, ഒരു ഷബാത്തിന്റെ പൈസ. നിങ്ങൾക്ക് ഒരു ഷബാത്ത് ഈ മാസം കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ഷബാത്തിന് നിങ്ങൾ രോഗബാധിതരായി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി താമസിക്കേണ്ടി വന്നു എന്ന് കരുതുക. അപ്പോൾ ഒരു ഷബാത്തിന് പൈസ കിട്ടിയിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ കുറെ അസ്വസ്ഥതയുണ്ടാവുമല്ലോ കുടുംബങ്ങളിൽ. അപ്പൊ അസ്വസ്ഥത ഇല്ലാതാകിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാഴ്ച പനി പിടിച്ച് എനിക്ക് അവർക്ക് ഇറങ്ങേണ്ടി വന്നു. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് അതിന്റെ 420 തോന്നുന്നു ഷബാത്തിന്റെ വഴി നമുക്ക് 426. ഓക്കെ, 6 നിങ്ങൾ ആ കുടിച്ചോ, 4 വേണ്ടില്ല. അച്ഛൻ്റെ വലിയ കാര്യം ഞാൻ കുടിച്ചോ. ഓക്കെ, 426 എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പം അത്രയെങ്കിലും നിങ്ങളത് ചെയ്യണം. ഈ രോഗം ബാധിക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്. അവിടെ അവരുടെ ചോദിച്ചില്ലാക്കാണ്ട് ഇവിടെ മാതാപിതാക്കൾ ചെയ്ത ഭാഗത്തിന്റെ ഫലമാണോ ഇതൊക്കെ? അല്ല, രോഗമല്ല. അപ്പോ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. നമുക്കും വരാം, അപ്പുറം വരാം, ഇതും വരാം, മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു 426 സെക്കൻഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളത് 426 കൊടുത്താൽ സിഐക്ക് ജീവൻ തിരിച്ചു. മനസ്സിലാവും, സിഐക്ക് ജീവൻ തിരിച്ചു. നിങ്ങൾക്ക് ഈ 426 കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, നിങ്ങൾ ശ്വാസം
ഉറപ്പാണ്. ആ തമ്മിൽ തന്നോളൂ. പക്ഷേ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ സിയാക്കി കൊടുക്കും. അതുകൊണ്ട് ഉള്ളവരെ ഞാൻ ഇത്രയും ചെയ്തെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുത്ത് ശീലിച്ചിട്ടില്ല, അത് നീ പലപ്പോഴും അറിയാം. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത് ശീലിക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്ത് ശീലിക്കണം. ആ സഹോദരിയോടും കുടുംബത്തോടും ആ കൊച്ചിനോടും നിങ്ങൾ കഥ കാണിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തമ്പുരാൻ കാണുന്നുണ്ട്. ആ വാക്ക് നിങ്ങൾ പൈസ കൊടുത്ത് തീർക്കുന്നവരെ ഓർമ്മക്കരുത്. തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ബുദ്ധി ബോധമുള്ളവരോടെ ഞാൻ പറഞ്ഞത്. ഇത് കൂടുതൽ പറയേണ്ട ഒന്നും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വർഷത്തിൽ 2026 ഈ ഒരു 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 പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ കുടുംബം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട് ഉറപ്പാണ് ചെയ്യുക. നിങ്ങളുടെ മക്കൾ ഇതുവഴി അനുഗ്രഹിക്കപ്പെടും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നിങ്ങളത് സഹകരിക്കണം. നിങ്ങളെ സമീപിക്കണം. പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ലഭിച്ചോ, കൂട്ടുകാരി മേടിച്ചോ, കൂട്ടുകാരൻ മേടിച്ചോ ഒക്കെ നിങ്ങൾ 4-5 പോസ്റ്റുകാരെ നിങ്ങളെ സമീപിക്കും. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഇതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആശീർവാദ പ്രാർത്ഥനയിലേക്ക് സുത്രവും ജീവനായ ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരായ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, മിശിഹായേ, ലോകരക്ഷകനായ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീരത്തെ മത്സരിച്ച് ഞങ്ങൾ എന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരട്ടെ. ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ നിന്നിൽ പിതാവിനെ കാണാൻ തിരുപ്പിറവിയുടെ ആനന്ദത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയമായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ ആചാരമായി ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യ സ്വഭാവത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സഹദേശം വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൽ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനിലും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാം തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മരിച്ചുപോയിരിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുടെ കർത്താവേ, കരയുന്നവരെയും വിളിക്കുകയും സ്മരണകളെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിക്കുക. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. കർത്താവേ, ഞങ്ങളുടെ രക്തത്തിൻ മഹിമയോടെ അന്തിമനിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിലനിൽക്കണമേ. നല്ലവർക്ക് വലമാകേ ജീവിക്കുന്നവരഭയന്നി നൽകണമേ പ്രധാനായുസ്സും. ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുധനെ ഇതിലും നീ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവിന്റെ കരുണകളെ അനുഭവിക്കുകയും നിന്റെ രാജ്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സുഖകരമാകുന്നു. ഞങ്ങളുടെ ജീവനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, വിശ്വാസമോടെ ദാസർ ചെയ്യും തിരുസന്നിധിയിൽ പരിപാലനമാ ബലികൾ പോലെ ചെയ്തൊരു അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചുപോയിരിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. ഞാൻ വിളിക്കുന്നു. പോലെ
കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ജീവനായകമായ ശബ്ദത്താൽ ദാസനെ വെപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി ഇരുവരുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാന പ്രതീക്ഷിതവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര സകലത്തിന്റെ നാഥനീയവുമായ മിശിഹായുടെ കുരിശിലയാകുന്ന ദൈവദൂതന്മാരുടെ മുടിയോടുകൂടി വാഗ്ദത്തങ്ങളിൽ പ്രത്യക്ഷനാവുകയും സുഖരാജ്യത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയനായ കണ്ണുകൾ ഉയർത്തുകയും കൃഷ്ണനാകുകയും ആത്മാവിൽ വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഭയാനകമായ ദിവസത്തിൽപ്പെട്ടവർക്കായി ലോകാരോഗ്യത്തിനെ സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന സുഖരാജ്യത്തിലേക്ക് സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിരന്തരമേയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോൾ എന്നേക്കും. ശിവസ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിനെ പ്രകീർത്തിക്കാനായിട്ടുള്ളവരെ മാറ്റിവെച്ചതിന് നന്ദി പറയുന്നു. ഞാൻ സ്നേഹത്തോടെ അവസരം നൽകിയ പ്രാർത്ഥിച്ചും കൂടെ പ്രാർത്ഥിച്ച വലിയ എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിലെ ആർക്കിയോളജിക്കൽ വിസിറ്റുകളോട് ഞാൻ അയച്ചു എത്താനായിട്ട് സാധിച്ചില്ല. ഈ ദിവസം ഇന്ന്